തലസ്ഥാനത്തെ മേയറുടെ കഷ്ടകാലം ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പണി കിട്ടും. ഇപ്പോഴിതാ മിണ്ടിയാൽ അഹങ്കാരി, മിണ്ടാതിരുന്നാൽ റബ്ബർ സ്റ്റാമ്പോ. ഇതാണോ മേയറോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടെന്ന് ആഞ്ഞടിച്ചിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ. ആമയിഴഞ്ചാൻ തോട്ടിലെ അപകടത്തിന് പിന്നാലെ ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് മേയർ. മിണ്ടിയാൽ അഹങ്കാരിയെന്നും മിണ്ടാതിരുന്നാൽ റബ്ബർ സ്റ്റാമ്പ് എന്നതാണോ നിങ്ങളുടെ കാഴ്ചപ്പാടെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ ചോദിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയത് റെയിൽവേയാണ്. റെയിൽവേ സഹകരിക്കാതിരുന്നത് മനുഷ്യത്വം ഇല്ലാത്തതുകൊണ്ടാണ്. അതിന് കോർപ്പറേഷൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. കോർപ്പറേഷനും സർക്കാർ സംവിധാനങ്ങളും പങ്കെടുത്തത് മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണ് എന്നാണ് മേയർ ഇപ്പോൾ പറയുന്നത്. അതായത് മേയർ പറയുന്നത് നിലവിൽ മേയറുടെയോ അല്ലെങ്കിൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നും ഇതെല്ലാം റെയിൽവേയുടെ തലയിൽ ഇപ്പോൾ കൊണ്ടുവച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ ഒന്നും മിണ്ടാൻ പാടില്ല, മിണ്ടിക്കഴിഞ്ഞാൽ അഹങ്കാരി, അല്ലെങ്കിൽ റബ്ബർ സ്റ്റാമ്പാണോ ജനങ്ങളുടെ കാഴ്ചപ്പാടെന്നാണ് മേയർ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അതേസമയം നമുക്കറിയാം, നേരത്തെ പാർട്ടി പോലും മേയർക്കെതിരെ കടുത്ത അതൃപ്തിയാണ് പ്രകടിപ്പിച്ചത്. അതായത് ഇതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞതിനെ ചൊല്ലി വിളിച്ചു കൂട്ടിയ യോഗത്തിലാണ് മേയറുടെ അഹങ്കാരമാണ് ഇതിന് കാരണമെന്നും നിർത്തിക്കോണം ഈ ഹുങ്കെന്നും മേലിൽ ആളുകളുടെ നെഞ്ചത്ത് ചെന്ന് കയറരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടി തന്നെ മേയർ ആര്യ രാജേന്ദ്രന് അന്ത്യശാസനം നൽകിയെന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇനിയൊരു അവസരം തരുമെന്ന് മേയർ ചിന്തിക്കേണ്ടെന്നും മേയറെ നിലയ്ക്ക് നിർത്താൻ തന്നെയാണ് പാർട്ടി ഒരുങ്ങുന്നുവെന്നും അന്ന് പാർട്ടി വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയാണ് തൊട്ട് വീണ്ടും പ്രശ്നങ്ങൾ മേയർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. മേയർക്ക് അന്ത്യശാസനം നൽകിയത് CPM ജില്ലാ നേതൃത്വമാണ്. ഭരണത്തിലെ വീഴ്ചകൾ അധികാരം നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്ന തിരിച്ചറിവിലാണ് ഈ ഇടപെട്ടതും. മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രാഷ്ട്രീയ ഭാവിയെ അത് ഏറെ ബാധിക്കുമെന്ന് വരെ പാർട്ടി യോഗം വിലയിരുത്തി. മേയർ ആര്യ രാജേന്ദ്രനെതിരെ CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് രൂക്ഷമായ വിമർശനം ഉയർന്നത്. മേയർ KSRTC ഡ്രൈവർ തർക്കം പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്നും മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതാണെന്നും KSRTC മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് നന്നായെന്നും ഈ യോഗത്തിൽ അന്ന് വിമർശനം ഉയർന്നിരുന്നു. പൊതുജനങ്ങൾക്കിടയിൽ പെരുമാറ്റം അവമതിപ്പുണ്ടായെന്നും മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനമൊക്കെ ജനങ്ങൾ കാണുമായിരുന്നുവെന്നും രണ്ടുപേരും കാണിച്ചത് പക്വതയില്ലാത്തതാണ് എന്ന് തന്നെ മുതിർന്ന നേതാക്കൾ കുറ്റപ്പെടുത്തി. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്യാൻ ചേർന്ന CPM ജില്ലാ കമ്മിറ്റി നേതൃയോഗത്തിലായിരുന്നു മേയർ ആര്യ രാജേന്ദ്രനെ പാർട്ടി തന്നെ അന്ന് വലിച്ചു കീറിയത്. നഗരസഭാ ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് മേയർ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞില്ല, വീണ്ടും മേയർക്കെതിരെ വരുന്നത് ഗുരുതരമായ വീഴ്ചകളാണ്. മേയറെ മാറ്റണമെന്നും ചില പ്രതിനിധികൾ പരോക്ഷമായി തന്നെ സൂചിപ്പിക്കുകയാണ് അന്ന് ചെയ്തത്. അതായത് ഉചിതമായ തീരുമാനം പാർട്ടി എടുക്കണമെന്ന് വരെ ആവശ്യമുയർന്നു. ഇതിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് നല്ല രീതിയിൽ സമ്മർദ്ദമുണ്ടാകുന്നു എന്നാണ് വിവരങ്ങൾ. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മേയർക്കെതിരെ കടുത്ത വിമർശനം തന്നെയാണ് അന്ന് ഉയർന്നത്. അതായത് KSRTC ഡ്രൈവർ യദുവിന്റെ വിഷയം തന്നെയാണ് പാർട്ടി യോഗം അന്ന് വിലയിരുത്തിയത്. കാറ് കുറുകെയിട്ട് മേയറും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും KSRTC ബസ് തടഞ്ഞ സംഭവത്തിലായിരുന്നു പാർട്ടിയിൽ തന്നെ കടുത്ത വിമർശനമുണ്ടായത്. KSRTC ഡ്രൈവറുമായുള്ള തർക്കമാണ് ഏറെ നാണക്കേടായത്. അപക്വമായ ഇടപെടലാണ് മേയറുടെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയുടെയും ഭാഗത്തു നിന്നുണ്ടായത്. മേയറുടെ ഈ പരിചയക്കുറവ് നഗരഭരണത്തിൽ തിരിച്ചടിയായെന്ന് തന്നെ വിമർശനമുയർന്നു. സംസ്ഥാന ഭരണത്തിനെതിരെയും വിമർശനമുണ്ടായി. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചു. ജീവനക്കാരും പെൻഷൻകാരും സർക്കാരിനെതിരായി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യത്തിന് പണം നൽകുന്നില്ല എന്ന് വിമർശനമുയർന്നു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് 1.5 വർഷം മാത്രം ശേഷിക്കെ ആര്യ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതായിട്ടുള്ള അഭിപ്രായവും പാർട്ടിയിലുള്ളവർക്കുണ്ട്. അത്തരം നടപടി നഗരസഭാ ഭരണം പരാജയമാണെന്ന പ്രതിപക്ഷത്തെ ആരോപണത്തെ ശരിവയ്ക്കുമെന്ന് തന്നെ ഇവർ ചൂണ്ടിക്കാട്ടുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.